രാഷ്ട്രീയത്തിൽ നമ്മൾ ഈ കൊടിയും വെച്ച് പരിപാടികൾ നടത്തുകയാണല്ലോ. കോൺഗ്രസ്, ലീഗ്, CPM. നമ്മൾ വിചാരിക്കണില്ലേ നമ്മൾ കുറച്ച് ആളുകൾ മാത്രം വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളാണ് ഇതാണ്. എന്നാൽ നിങ്ങളെയും എന്നെയും ഒക്കെ മാറി നിന്ന് വീക്ഷിക്കുന്ന ഒരു വലിയ സമൂഹം ഈ നാട്ടിലുണ്ട്. അവർക്ക് കൊടിയില്ല, അവർക്ക് പാർട്ടിയില്ല, അവർക്ക് പരിപാടിയില്ല. എന്നാൽ അവർ കൃത്യമായി രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നവരാണ്. അവരുടെ പെർസെൻറ്റേജ് വർദ്ധിച്ചു വരികയാണ്. നിങ്ങളെ വീട്ടിലെ മക്കളോട് ചോദിക്ക്, ആ മക്കൾക്ക് എത്രത്തോളം രാഷ്ട്രീയമുണ്ട്, അവർക്ക് എത്രത്തോളം നേതാക്കന്മാരെ അറിയാം, എത്രത്തോളം പാർട്ടിയെക്കുറിച്ച് അറിയാം. അറിയില്ലല്ലോ. പക്ഷെ വോട്ട് ചെയ്യാൻ വരുമല്ലോ. അവർക്കൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഞാനും അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? ഈ നിഷ്പക്ഷമായി നിൽക്കുന്നവരോട് സംസാരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവർ കാണുന്ന ഒരു കാര്യമുണ്ട്, ഈ രാഷ്ട്രീയക്കാരൊക്കെ മഹാകള്ളന്മാരാണ്, കൊള്ളില്ല, എന്തിന് വെറുതെ ആ പണിക്ക് പോണ്. എല്ലാവരെ കുറിച്ചും അങ്ങനെ അഭിപ്രായം. നമ്മൾ വെറുതെ വലിയ വർത്താനം പറയേണ്ടൊന്നും കാര്യമില്ല. അങ്ങനെ അഭിപ്രായമുണ്ട്. അഭിപ്രായം എന്താണ്? ജനങ്ങൾ ജീവിക്കുന്ന ഒരു ചുറ്റുപാടിനെ കുറിച്ചുള്ള ബോധ്യം എല്ലാവർക്കും വേണം. രാഷ്ട്രീയത്തിലെ ഈ കുഞ്ഞാപ്പുത്തരവും ഈ തല്ലിപ്പുള്ളിത്തരമൊക്കെ നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെ വീക്ഷിക്കുന്നവൻ ഇതൊക്കെ റീലാക്കി പുറത്തുനിന്ന് ആസ്വദിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ വമ്പിച്ച തിരിച്ചടി നമുക്കെല്ലാവർക്കും ഉണ്ടാവും. അതിൻ്റെ നഷ്ടം രാജ്യത്തിനാവും. നിങ്ങളും ഞാനും ആയതുകൊണ്ടല്ല. രാഷ്ട്രീയം മരിക്കുക എന്ന് പറഞ്ഞാൽ വേറെ പലതുമാണ് രാജ്യത്തിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് പിടിമുറുക്കി വരിക. അത് അപകടമാണ്, വലിയ പ്രശ്നമാണ്. ഈ ആളുകൾ ഇതൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. 9 കൊല്ലമായി കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുകയാണ്. 9 വർഷമായി. വളരെ കൃത്യമായി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ 2020 നിയമസഭയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ മകൾ പ്രതിയാണ് എന്ന് പറയുന്ന ഇന്ന് SFIO ചാർജ് ഷീറ്റിൽ ഉൾപ്പെടുത്തിയ വീണയെക്കുറിച്ച് നിയമസഭയിൽ പറയണത്. അന്ന് PT തോമസ് സാറാണ് എന്നോട് ഈ മാറ്റർ ഞങ്ങളാണ് അന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെച്ച് ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് പ്രസംഗം ഉണ്ടായിരുന്നത് കൊണ്ട് ആദ്യം ഷാജി ഇത് പറയുകയാണെങ്കിൽ പറയാൻ ആരോടും പറയരുത്, നിങ്ങൾ അത് സഭയിലങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിലൊരു ധാരണ ഉണ്ടാക്കി. 2ാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ആദ്യമായിട്ട് നിയമസഭയിൽ ഞാൻ പറഞ്ഞു ആ വിഷയം. എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഞാൻ വേറെ നിലക്കൊന്നും പറയണില്ല. അവർ പ്രതി അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോവുക തന്നെ ചെയ്തോട്ടെ. കാരണം രാഷ്ട്രീയത്തിലെ അധികാരത്തിൻ്റെ ടൂളുകൾ കൊണ്ട് പ്രതികാരം നിർവഹിക്കുക എന്ന് പറയുന്നത് ഗുണപരമായ ഒരു കാര്യമല്ല. ആര് ചെയ്താലും അതിൻ്റെ ഒരു ഇരയാണ് ഞാൻ. അതിൽ അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഭരണകൂടം എങ്ങനെ വേട്ടയാടാൻ വന്നാൽ നിന്നു കൊടുക്കുകയല്ലാതെ വേറെ യാതൊരു നിവൃത്തി ഉണ്ടാവില്ല. അതൊന്ന് വേട്ടയാടി നോക്കണം, അപ്പോഴേ മനസ്സിലാവൂ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും പെറുക്കിയെടുത്ത് നമ്മളുടെ പിറകിൽ വരാൻ അവർക്ക് 100 കാര്യങ്ങളുണ്ടാവും. അത് ശരിയല്ല. ആരായാലും, മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കായാലും ആർക്കായാലും എനിക്ക് അതിനെ അങ്ങനെ നോക്കി കാണുന്ന ഒരാളാണ് ഞാൻ. ആ വിഷയത്തിൽ അധികം പ്രതികരിക്കാൻ പോകാത്ത ഒരാളുമാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർ അഴിമതി നടത്തിയാൽ നാളെ മുന്നണി മാറി വരുമ്പോൾ പല കോംപ്രമൈസുകൾ കൊണ്ടും അവർ രക്ഷപ്പെട്ടു പോകുമെന്ന് പറയുന്ന ഒരു പൊതുബോധം വളർന്നു വരുന്നുണ്ട്. അത് ചെറുപ്പക്കാർക്കിടയിലുണ്ട്. ഈ അന്തർധാര എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതാ എന്താണ് സത്യനന്ദിക്കാടിൻ്റെ പഴയ സിനിമയിൽ പറഞ്ഞ സാധനമൊന്നുമില്ല. അന്തർധാര വളരെ എത്ര മനോഹരമായിട്ടാണ് സത്യനന്ദിക്കാട് ആ അദ്ദേഹത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്ന സിനിമയിൽ പറഞ്ഞു. ഇപ്പോഴും റെലവൻ്റ് ആണത്. ഈ അന്തർധാര ചെറിയ പ്രശ്നമല്ല. ഞാനൊരു കാര്യം പറയട്ടെ. കേരളത്തിൽ അഴിമതി നടത്തിയ അവസാനത്തെ രാഷ്ട്രീയക്കാരനെയും വിട്ടുവീഴ്ചയില്ലാതെ തുറുങ്കുകളിലടക്കുമെന്ന് ജനങ്ങൾക്ക് ബോധ്യമാവതം നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ വേറെ ഒരു അജണ്ട വേണ്ട, ഒരു മാനിഫെസ്റ്റോയും വേണ്ട. പക്ഷേ അത് ജനങ്ങൾക്ക് ബോധ്യമാകണം, ജനങ്ങൾക്ക് വിശ്വസിക്കാനും കഴിയണം. അല്ലാതെ തെരഞ്ഞെടുപ്പിലെ വോട്ടിന് വേണ്ടി പറയുന്ന ചപ്പടാച്ചി തരുന്നു ജനങ്ങൾ വിശ്വസിക്കുക. ഇതൊക്കെ കാലം കഴിഞ്ഞു. ഒരു ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അതുണ്ടാവണില്ല. വിട്ടുവീഴ്ച ഉണ്ടാവും, കോംപ്രമൈസ് ഉണ്ടാവും. അതിന് ഇപ്പൊ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ വീണയുടെ വിഷയം അതിന്റെ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കട്ടെ. പക്ഷേ ഉമ്മൻചാണ്ടി സാർക്കെതിരെ അന്ന് ഉന്നയിച്ച ആരോപണങ്ങളുണ്ടല്ലോ. ഉമ്മൻചാണ്ടി സാറിന് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എടുത്ത ക്ലാസ് ഉണ്ടല്ലോ, ആ ക്ലാസ് അദ്ദേഹം കേട്ട് പഠിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഇതിനെന്ത് തീരുമാനം അവിടെ നോക്കാൻ യൂട്യൂബിൽ നിന്ന് കേട്ടാൽ മതി. ഉമ്മൻചാണ്ടി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ആ ക്ലാസ് ഇപ്പം വെറുതെ എടുത്തിട്ട് മൂപ്പര് കേട്ടാൽ മതി. ബിനീഷ് കൊടിയേരിയുടെ പേരിൽ ആരോപണം വന്നപ്പോൾ കൊടിയേരി രാജിവെച്ചില്ലേ? ഈ ആരോപണത്തിന് രാജിവെക്കണ്ടേ?
ഈ രാജിവെക്കാൻ. പക്ഷെ ഞാൻ പറയണത് രാജിവെക്കരുത് എന്നാണ്. കാരണം എന്താ അറിയങ്ങള്, രാജിവെച്ചാൽ അതും ഒരു വിദ്യയാക്കി കണ്ടില്ലേ പിണറായി എന്നൊക്കെ പറഞ്ഞ അപ്പം ഇറങ്ങും ഈ സഖാക്കള്. ഇതാണ് ആർജവം, ഇതാന്നൊക്കെ പറയും. ഒരു കള്ളൻ അങ്ങനെ രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരന് ഞാൻ. അത് പുഴുത്ത് നാറി ചീഞ്ഞ് തീരട്ടെ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതങ്ങനെ രാജിവെച്ച് പോകരുത്. പോയാൽ അയാൾ തൽക്കാലത്തേക്കെങ്കിലും ഇതൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന എനിക്ക് തോന്നുന്നത്. പക്ഷേ പിടിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ടല്ലോ, അതുണ്ടല്ലോ. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നമ്മൾ ഈ കേരളം രക്ഷപ്പെട്ടു വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരൊറ്റ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സുതാര്യമായ പൊതുപ്രവർത്തനം കുറേയൊക്കെ സാധ്യമായ ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. ഞാൻ ഇന്നലെ ഈ കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ കാഞ്ഞങ്ങാട് പങ്കെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കത് ഇന്നിവിടെ കോൺഗ്രസിൻ്റെ പരിപാടിയിൽ വരുന്നത് ഒരു നന്ദി പ്രകടനം കൂടി ആയിട്ടാണ് ഞാൻ വരുന്നത്. കാരണം അതെന്താണെന്ന് വെച്ചാൽ ലീഗുകാരനായതുകൊണ്ടാണ്. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ കോൺഗ്രസ് എടുത്ത ഒരു സമീപനത്തിന് നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ ഈ രാജ്യത്തിലെ ഒരു ന്യൂനപക്ഷ സമുദായത്തിലെ ഒരു അംഗമല്ല എന്ന് ഞാൻ വിചാരിക്കും. ഞാനിത് പറയാൻ എനിക്ക് ബാധ്യതയുണ്ട്, തീർച്ചയായിട്ടും ബാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ കൂടി ഭാഗമാണ് വരുന്നത്. കാരണം ആ എടുത്ത ഒരു ധൈര്യമുണ്ടല്ലോ, ഒരു ചങ്കൂറ്റം ഉണ്ടല്ലോ. ഈ രാജ്യം നിയന്ത്രിക്കേണ്ടതും രാജ്യം പോകേണ്ടതും അങ്ങനെയാണ്, അങ്ങനെ പോയിട്ടുള്ളത്, അങ്ങനെ ഗാന്ധിജി പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പെർസെന്റ് വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ട്രംപ് അമേരിക്ക ഭരിക്കുന്നത്. ഒരു വോട്ടിന്റെ. ഡെമോക്രാറ്റുകൾ തോറ്റുപോകാൻ കാരണം ബൈഡന്റെ തോന്നിവാസം കൊണ്ടായിരുന്നു. ലോകത്തിലെ വിഷയങ്ങളിൽ ബൈഡൻ എടുത്തിട്ടുള്ള ഏറ്റവും അപകടകരമായ നിലപാടുകൾ അവിടുത്തെ ഡെമോക്രാറ്റുകൾ അടക്കമുള്ളവർ വോട്ടർമാർ തന്നെ മാറ്റി വോട്ട് ചെയ്തു. എന്നിട്ട് 1% വോട്ടിന് അയച്ചത്. ആ ട്രംപ് നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഇപ്പോൾ ഒരു വമ്പിച്ച ഇക്വേഷനാണ് ട്രംപ്, നരേന്ദ്രമോദി, പിണറായി. ഒരമ്മ പെറ്റ മക്കൾ, ഫേസ് കട്ടൊക്കെ ഒരുപോലെയാണ് ഏകദേശമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ. ഇത് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഇത് ചെറിയ പ്രശ്നം. ഇപ്പൊ ട്രംപ് കാണിക്കണം, അപ്പം മൈ ഫ്രണ്ട് എന്നൊക്കെ വിളിച്ചിട്ടാണ് നമ്മളെ മുഖ്യമന്ത്രി അല്ല പ്രധാനമന്ത്രി അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത്. ഇപ്പൊ ചുമത്തിയ നികുതി എന്താണ്? ഇന്ത്യ പോട്ടെ എന്ന് കാനഡയെ കുറിച്ച് പറഞ്ഞത് അമേരിക്കയുടെ സ്റ്റേറ്റ് എന്നാണ്. ആ കാനഡയ്ക്ക് തീരുവ, മെക്സിക്കോക്ക് തീരുവ. എന്താ സംഭവിച്ചെന്നറിയാം? നിങ്ങൾ ആഗോള രാഷ്ട്രീയം പരിശോധിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ കോവിഡ് കാലത്തുള്ളതിനേക്കാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഭീകരമായ ഇടിവ് സംഭവിച്ചു. കോവിഡ് കാലത്തുണ്ടായിട്ടില്ല. കാരണം ഒരു വലതുപക്ഷക്കാരനാണ്, അയാൾക്ക് ഭരിക്കാൻ അറിയില്ല. ബിസിനസ്സുകാരൻ ഇലോൺ മസ്ക് ആണ് നിയന്ത്രിക്കുന്നത്. എങ്ങനെയാ നന്നാവുക? എങ്ങനെയാണ് രക്ഷപ്പെട്ടു വരാൻ കഴിയുക? നിങ്ങൾ പരിശോധിച്ച് നോക്ക്. കഴിയില്ല. നിലപാടുകൾ ഉണ്ടാവില്ല, പരിപാടി ഉണ്ടാവില്ല, ആവേശം, വൈകാരികത. വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ പറയും കേരളത്തിൽ ഇടതുപക്ഷമല്ലേ? ഇടതുപക്ഷം നിലപാടുകൾ കൊണ്ടാണ് തീരുമാനിക്കുന്നതെങ്കിൽ കേരളത്തിലേത് ഇടതുപക്ഷമല്ല. കേരളത്തിൽ പിണറായി സർക്കാർ കൃത്യമായ വലതുപക്ഷമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയുക? ഗ്രോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ള AI-യിലെ ഏറ്റവും മികച്ച സർവേ നടക്കുന്നത് ഗ്രോക്കിൻ്റെതാണ്. നിങ്ങൾ ഗൂഗിളിൽ ഗ്രോക്ക് ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഗ്രോക്കിൽ ചോദിക്ക് ലോകത്തെ ഏറ്റവും വലിയ വർഗീയവാദി ആരാന്ന് ചോദിച്ചാൽ ഇത് ആരാന്നറിയാം? ഗ്രോക്ക് ഇലോൺ മസ്കിൻ്റെതാണ്. ഏറ്റവും വലിയ വർഗീയവാദി വെറുതെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കൂ, ആരാണ് ലോകത്തെ ഏറ്റവും വർഗീയവാദി എന്ന് പറഞ്ഞാൽ പറയും ഗ്രോക്ക് ഒരു നരേന്ദ്രമോദിയാണ്. ഞാൻ പരിശോധിച്ചിട്ട് എൻ്റെ കയ്യിൽ ഉത്തരമുണ്ട്. അത് ഞാൻ വരുന്ന വഴിക്ക് നോക്കിയതാണ്. നരേന്ദ്രമോദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ക്രെഡിബിലിറ്റിയുള്ള രാഷ്ട്രീയ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഗ്രോക്ക് 1.5 പേജിൽ ഉത്തരം പറയും, അത് രാഹുൽ ഗാന്ധിയാണ് എന്നാണ്. നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് അത്? വെറുതെ ഞാൻ ഈ പറയുന്ന വെറുതെ ആണെങ്കിൽ നിങ്ങളുടെ ഗൂഗിളിൽ സെർച്ച് ഗ്രോക്ക് ഇലോൺ മസ്കിൻ്റെതാണ്. സത്യസന്ധമായ സർവേയാണ്. നിങ്ങൾ തോറ്റു എന്ന് ഭയപ്പെടരുത്. ജയിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നവനെ തോൽവിയെ ഭയപ്പെടേണ്ടതുള്ളൂ. നിങ്ങൾ ജയിക്കാനല്ല നേരിനു വേണ്ടി നിൽക്കാനാണ് തീരുമാനിക്കേണ്ടതെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ജയിച്ചോളും. ജയത്തെ നിങ്ങൾ തീരുമാനിച്ചാൽ തോറ്റുകൊണ്ടേയിരിക്കും. തോൽക്കാൻ നിങ്ങൾ ഉറപ്പിച്ചാലോ നിങ്ങൾ ജയിച്ചുകൊണ്ടേയിരിക്കും. പതറിപ്പോകാതെ നിൽക്കുക ഈ രാഷ്ട്രീയത്തിൽ എന്നത് ചെറിയ കാര്യമല്ല. ഞാൻ പറഞ്ഞത് ഡെമോക്രാറ്റുകൾ 1% വോട്ടിന്റെ മുമ്പിൽ പോലും വിറച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ നന്നായി പേടിക്കും. ഇപ്പൊ ട്രംപ് പറഞ്ഞൊരു തമാശ കേട്ടോ നിങ്ങൾ, ഞാൻ 3ാമതും അമേരിക്കയുടെ പ്രസിഡന്റ് ആവും. എന്തൊരു പൊട്ടനാണ് അയാൾ. അമേരിക്കയുടെ നിലവിലുള്ള ഭരണഘടന വെച്ചിട്ട് 3ാമതൊരാൾ പ്രസിഡന്റ് ആവൂല. അത് അമേരിക്കയുടെ ഭരണഘടനയാണ്. എന്താ കാര്യം എന്നറിയോ? ഈ റൈറ്റേഴ്സിന്, ഈ വലതുപക്ഷക്കാർക്ക് എന്തു ഭരണഘടന? മോദിക്ക് എന്തു ഭരണഘടന? ട്രംപിന് എന്തു ഭരണഘടന? വലതുപക്ഷം പിടിമുറുക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. ഞാൻ ഈ വഖഫ് ബില്ല് വന്നപ്പോ ഒന്ന് മാറി നിന്നിട്ട് ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താ?
ഇന്ത്യയിലെ ഏത് പ്രശ്നത്തെയാണ് വഖഫ് ബില്ല് അഡ്രസ്സ് ചെയ്യുന്നത്? ഏത് പ്രശ്നത്തെയാണ്? പെട്രോളിൻ്റെ വില കുറയോ? ഡീസലിൻ്റെ വില കുറയോ? അരിയുടെ വില കുറയോ? എഡ്യൂക്കേഷൻ സ്കോപ്പുകൾ കൂടുമോ? ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൻ്റെ റേറ്റിംഗ് വർദ്ധിക്കുമോ? ഒന്നുമില്ല, ഒന്നുമില്ല. അപ്പം മോദി പറയുന്നത് എന്താ ഞങ്ങൾ ഇത്തവണ എന്താണ് ഉത്തർപ്രദേശിലെ പള്ളികളിൽ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്, റോട്ടുമൽ നിന്നാരും നിസ്കരിക്കാൻ പാടില്ല. ഭയങ്കര സംഭവമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഗൗരവപ്പെട്ട പ്രശ്നമാണ്. എന്താ പ്രശ്നം എന്താ ഞങ്ങൾ ഈ തരം നരമ്പ് സാധനങ്ങൾ ഇടുക, എന്നിട്ട് അടിസ്ഥാനപരമായ മനുഷ്യന്റെ പ്രശ്നങ്ങളെ അതിനിടയിൽ മറക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാളുള്ളത്? 80% ഹിന്ദുക്കളാണ്. 80% എന്ന് വെച്ചാൽ ഡീസലിൻ്റെ വില കൂടിയപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നത് 80% വരുന്ന ഹിന്ദുക്കളാണ്. അത് കഴിഞ്ഞിട്ടാ ക്രിസ്ത്യാനിയുള്ളൂ, അത് കഴിഞ്ഞിട്ടാ മുസ്ലിം ഉള്ളൂ. മോദിക്ക് മനസ്സിലായില്ല. ഇന്ത്യയുടെ വിദ്യാഭ്യാസ സംവിധാനം തകർന്നു പോയാൽ അതിൻ്റെ ദുരന്തം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആരാണ്? 80% ഹിന്ദുക്കളാണ്. ഇന്ത്യയുടെ അരിയുടെ വില കൂടിയാൽ ഇന്ത്യയിൽ മനുഷ്യർ അതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നത് 80% വരുന്ന ഹിന്ദുക്കളാണ്. അവർക്ക് വേണ്ടത് വഖഫുമില്ല, അവർക്ക് വേണ്ടത് പള്ളിയിൽ നിന്ന് പുറത്തുനിന്ന് ആൾ നിൽക്കേണ്ട ഉള്ളു കയറുന്നുണ്ടോ എന്നുള്ള നോട്ടാണ്. ഇതേ പ്രശ്നമാണ് കേരളത്തിൻ്റെയും അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്നത്. പിണറായി വിജയൻ 4 കൊല്ലം മുമ്പ് വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതുകൊണ്ടല്ല, മറിച്ച് കോവിഡ് എന്ന ദുരന്തത്തിൻ്റെ മറവിലാണ്. നമുക്കൊരു മര്യാദയുണ്ട്. എന്ത് വന്നാലും പറയും, ഏയ് ഇപ്പം പറയാനായിട്ടില്ല. എപ്പോഴേ പറയുക ജനാധിപത്യത്തിൽ? ഞാൻ കോൺഗ്രസ്സുകാരോട് ചോദിക്കട്ടെ, നിങ്ങൾ ആഫീസിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം DCC പ്രസിഡന്റിൻ്റെ അടുത്ത് കണ്ടാൽ ഒരു മര്യാദയില്ലാതെ സെക്കൻഡിൽ പ്രതികരിച്ചിട്ട് പുറത്തു വരുമല്ലോ. ഒരു മര്യാദയും കാണിക്കലല്ലോ, ഡിപ്ലോമസിയും കാണിക്കലല്ലോ. കോൺഗ്രസ്സുകാർ തല്ലൊക്കെ അപ്പം തീർക്കും. എനിക്കതായൊരു ഇഷ്ടം. മനസ്സിൽ വെക്കൂല. ഈ മനസ്സിൽ വെച്ചാലുള്ള പ്രശ്നം എന്താ അറിയോ? തല്ലുമ്പോൾ തീരൂല, കത്തിയമ്മല തീരുകയാണ്. അതാണ് പലയിടത്തും കുത്തുവരുന്നത്. കോൺഗ്രസ് കുത്താൻ നിൽക്കാത്ത എന്താ വെച്ചാൽ അപ്പുള്ള ദേശമൊക്കെ അപ്പം പറഞ്ഞു തീർക്കും. അത് ജനാധിപത്യമാണ്. അത് ജനാധിപത്യം നല്ലതാണ്. നിങ്ങൾ കാണുമ്പോൾ അച്ചടക്കമില്ല എന്നൊക്കെ തോന്നിയാലും ജനാധിപത്യം അങ്ങനെയാണ്. അതിന് പറയാനുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ അപ്പുറത്ത് വേറൊരു സ്വാതന്ത്ര്യവും ലോകത്ത് വിലപ്പെട്ടതല്ല എന്നറിയണമെങ്കിൽ വായ കെട്ടി നോക്കണം. അപ്പോഴേ മനസ്സിലാവും. അപ്പം അതുകൊണ്ട് എന്താ പറയാത്ത? ഇപ്പോൾ വയനാട്ടിലെ ദുരന്തം വന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ജാതി ഒരു വെട്ടിപ്പ് ഒരു ഗവൺമെന്റ് എത്ര പ്രകടമായിട്ടാണ്. ഒന്നും ചർച്ചയില്ലല്ലോ. മുഖ്യമന്ത്രി തറക്കല്ലിട്ട് ഇങ്ങോട്ട് പോന്നു. അവിടെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. നിങ്ങളറിയോ, ഈ ഇവിടെ കോർപ്പറേഷൻ അടക്കമില്ലല്ലേ, എന്താണ് ലൈഫ് പദ്ധതിയിൽ അബുക്ക ഒരാളെ വീടുണ്ടാക്കണമെങ്കിൽ അയാൾ വീടുണ്ടാക്കും അല്ലേ? അയാൾക്ക് സ്ക്വയർ ഫീറ്റിന് 1000 റുപ്യ കൊടുക്കുക. അയാൾ നമ്മളെ വീട് ഏറ്റവും നന്നാക്കി എടുക്കുന്ന ആളാരാണ്? നമ്മൾ തന്നെയാണ്. നമ്മളെ വീട് ഏറ്റവും നന്നായിട്ട് നമ്മളെല്ലാം എടുക്കുക, കാരണം നമ്മൾ താമസിക്കേണ്ടതാണ്. അപ്പം ഞാൻ വീട് എടുക്കണമെങ്കിൽ എൻ്റെ വീടിന് സ്ക്വയർ ഫീറ്റിന് 1000 റുപ്യ. ഊരാലുങ്കൾ ഇങ്ങക്ക് വീട് എടുത്തു തരാണെങ്കിലോ സ്ക്വയർ ഫീറ്റിന് 3000 റുപ്യ. ഇതെന്ത് ന്യായാണ്? ഊരാലുങ്കൾ ഇങ്ങക്ക് വീട് എടുത്തു തരാണെങ്കിൽ നിങ്ങളെ വീടിന് സ്ക്വയർ ഫീറ്റിന് 3000. നിങ്ങൾ തന്നെ വീട് എടുക്കുകയാണെങ്കിലോ സ്ക്വയർ ഫീറ്റിന് 1000. ഇത് എവിടുത്തെ ന്യായമാണ്? വയനാട്ടിൽ ഈ പാവങ്ങളുടെ പേരിൽ പിരിച്ച പൈസ കൊണ്ട് ഊരാലെങ്കിൽ എന്ന് പറയുന്ന പിണറായി വിജയൻ അടക്കമുള്ള ബിനാമികളുടെ ഈ കുത്തക കോർപ്പറേറ്റ് കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണ് സ്ക്വയർ ഫീറ്റിന് 3000. അപ്പൊ പറയേ ദുരന്തം മിണ്ടരുത്. ദുരന്തം നക്കി ജീവിക്കുക അല്ലേ? കുഴപ്പമില്ലല്ലോ. ഭരണകൂടത്തിന് അപ്പൊ കുഴപ്പമില്ലല്ലോ. അതിന് അടിച്ചു മാറ്റാം മുഖ്യമന്ത്രി, കുഴപ്പമില്ലല്ലോ. ജീവിതം നിലനിർത്താൻ വേണ്ടി വെക്കുന്ന മാസ്ക് വിറ്റിട്ട് കള്ളക്കടത്തിൽ പൈസ ഉണ്ടാക്കാം, കുഴപ്പമില്ലല്ലോ. ഞാൻ പറയണത് നഷ്ടം നോക്കിയിട്ട് നിന്നാലേ ജീവിതകാലം മുഴുവൻ നഷ്ടയിക്കും. നഷ്ടത്തെ ഭയപ്പെടാതെ നെഞ്ചുറപ്പോടെ നിന്നാൽ ഈ രാജ്യത്ത് ജയിച്ചു വരാൻ കഴിയുമെന്ന ബോധ്യം ഉണ്ടാവണം. കീഴടങ്ങാതിരിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു വാക്കല്ല. അതൊരു ഗാന്ധിയൻ രാഷ്ട്രീയത്തോട് പറയേണ്ട വാക്കുമല്ല. 47 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തലേന്ന് രാത്രിയിൽ നെഹ്റു ഗാന്ധിജിയുടെ കൂടെയാണ് സബർമതിയിൽ ചർച്ച ചെയ്യാണ്. എങ്ങനെ ആവണം രാജ്യം, എങ്ങനെ പോകണം. എന്നിട്ട് പോരുമ്പോൾ നെഹ്റു പറയുന്നുണ്ട്, നാളെ ഉണ്ടാവില്ലേ ഡൽഹിയിൽ, ബാബുജി ഉണ്ടാവുമല്ലോ. വരും. രാവിലെ ഒരു കത്താ കൊടുത്തയച്ചത്, വന്നില്ല, പോയില്ല. ഒരു കത്ത് കൊടുത്തയച്ചു. ആ കത്തിൽ പറഞ്ഞു ഇങ്ങനെ ആയിരിക്കണം വിദ്യാഭ്യാസം, ഇങ്ങനെ ആയിരിക്കണം ആരോഗ്യം, ഇങ്ങനെ ആയിരിക്കണം വ്യവസായം, ഇങ്ങനെ ആയിരിക്കണം കൃഷി. ഞാൻ പോവാണ്. നവകാലിയിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ തല്ലുകയാണ്, ചോര ചിന്തയാണ്. അവിടെ അവർ തമ്മിൽ തല്ലുമ്പോൾ ഞാൻ ഈ ഡൽഹിയിൽ വന്നിട്ട് കൊടി പിടിക്കാനാ? എന്നെ കിട്ടൂല എന്നാണ്. അധികാരത്തെ ത്യജിച്ചു പോയവനാണ് ഗാന്ധിജി.
പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, പ്രധാനമന്ത്രിയായ നെഹ്റുവിനല്ല ലോകം ആദരിക്കുന്നത്, ഗാന്ധിജി കഴിഞ്ഞേ നെഹ്റു ഉള്ളൂ. അധികാരത്തിന്റെ പദവിയിലേക്ക് പോയ ബാപ്പുജിയെ അല്ല, അത് വിട്ടൊഴിഞ്ഞ ബാപ്പുജി കഴിഞ്ഞിട്ടേ നെഹ്റു ഉള്ളൂ. നെഹ്റു ഇംപ്ലിമെന്റ് ചെയ്തത് മുഴുവൻ ബാപ്പുജിയുടെ ഐഡിയോളജിയാണ്. നെഹ്റു കൊണ്ടുവന്നത് മുഴുവൻ ബാപ്പുജിയുടെ ഐഡിയോളജിയാണ്. ഇന്ത്യ ഒരു ഭൂപ്രകൃതിയല്ല, ഒരു വൈകാരികതയാണ്. ആ വൈകാരികത അറിയുന്നവർ രാജ്യത്ത് നിൽക്കാൻ പറ്റണം, നിന്നിട്ടേ കാര്യമുള്ളൂ. അതില്ലാത്തടത്തോളം സംസാരിച്ചിട്ടും കാര്യമില്ല. ഈ രാജ്യത്തിന്റെ ഓരോ മണൽത്തരിയിലുമുള്ള പങ്കാളിത്തം ഒരാശയത്തോടുള്ള പങ്കാളിത്തമാണ്. ഞാൻ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്മാരോടും നമ്മോട് തന്നെയും പറയാണ്, അതിനെ നിലനിർത്തിയിട്ടുള്ള പോരാട്ടത്തിലാണ്. ഇത് അപകടം പിടിച്ച പോക്കാണ്. 4 വോട്ടിന് വേണ്ടി എന്തു വൃത്തികെട്ട പരാക്രമവും ചെയ്യും. അതിനെല്ലാവരെയും ഇറക്കും. ഏത് വിഷജന്തുവിനെ ഇറക്കും, ഏത് വിഷജന്തുവിനെയും. ഈ നാട് ഈ അവസ്ഥയിലായത് കേരളത്തിൽ നിങ്ങൾ വിചാരിക്കണ മാതിരി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങ് ഉണ്ടായതൊന്നുമല്ല. ശ്രീനാരായണ ഗുരുദേവനെ പോലെ ഒരാൾ ഗുരുദേവൻ എന്നല്ലാതെ വെള്ളാപ്പള്ളിക്ക് അറിയാഞ്ഞിട്ടാണ്. ഒരു മനുഷ്യൻ വിളിക്കൂല, ഒരു ക്രിസ്ത്യാനി വിളിക്കൂല, ഒരു മാപ്പള വിളിക്കൂല. ദേവൻ ദേവൻ ഇരിക്കേണ്ട അടുത്ത് ചെകുത്താൻ ഇരുന്ന വേറെ പ്രശ്നമാണെന്ന് അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ ചെകുത്താൻ തന്നെ വിളിക്കൂ, ദേവൻ എന്ന് വിളിക്കില്ല. ഗുരുദേവൻ എന്ന് പറയാത്ത ഒരു കുട്ടി ഉണ്ടാവില്ല. അവരൊക്കെ അത് ഉണ്ടാക്കിയത്, ഈ നാടുണ്ടാക്കിയത്. ഈ സൗത്ത് കേരളത്തിലുണ്ടല്ലോ, ഈ ഭാഗത്ത് അതില്ലാതെ പോയത് തല്ലാനും കൊല്ലാനും വേണ്ടി അവരെ പാർട്ടികൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഗുരുദേവൻ സംഘടിക്കാൻ പറഞ്ഞത് കൊല്ലാനും തല്ലാനും അല്ല, നന്നായിട്ട് ഈ നാട് മുന്നോട്ട് കൊണ്ടുപോകാനാണ്, സമുദായത്തിന് വേണ്ടി നിൽക്കാനാണ്. ഞാൻ പറയണത്, ആത്യന്തികമായി കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രൊപ്പഗണ്ട രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ നാട്ടിൽ അഭിമാനത്തോടെ നിൽക്കാൻ കഴിയുന്ന ഒരു പാരമ്പര്യം കോൺഗ്രസിനുണ്ട്. ഞാൻ എന്തും നിങ്ങളോട് പറയട്ടെ, ഞാൻ ഒരു കോൺഗ്രസിൻ്റെ പരിപാടിയായിട്ട് തുറന്നു പറയാൻ. എന്നോട് പലരും പറഞ്ഞു, AK ആന്റണിയുടെ മകന് BJPയിലേക്ക് പോയില്ലേ. സത്യം പറഞ്ഞാൽ പോണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യൻ 10 കൊല്ലം ഈ രാജ്യത്തെ ഇമാതിരി സൗകര്യങ്ങളുള്ള പദവികൾ മുഴുവൻ അനുഭവിച്ചിട്ടും ഒരു മൊട്ടു സൂചിൻ്റെ ഉപകാരം കിട്ടാത്ത മോന് കക്കുന്നവരപ്പലല്ലാതെ പോയി നിൽക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എനിക്ക് അതിൻ്റെ ഹിസ്റ്ററി കുറേയൊക്കെ അറിയാം. ഞാൻ ചോദിക്കണത്, ആന്റണിയെ പോലും എന്ത് വിയോജിപ്പ് നിങ്ങൾ പറഞ്ഞോ? ചക്കരക്കുട്ടത്തിൽ കൈയിട്ടതൊന്നും മണത്ത് നോക്കാതെ മാറി നിൽക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ ഈ പറയുന്ന വിപ്ലവം പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ 7 അയലത്ത് നിന്ന് പെറുക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഉമ്മൻചാണ്ടിയെ പോലെ ജനങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാധാരണക്കാരനെ നിങ്ങൾ കേരളത്തിൽ മുഴുവൻ എടുത്ത് പരിശോധിച്ചോ? അഭിമാനിക്കാൻ കഴിയുന്ന നേതൃത്വമുണ്ട്, രീതിയുണ്ട്. എന്താ അറിയാം, നിങ്ങൾ ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ്. ചോദിക്കും, പച്ചക്ക് ചോദിക്കും. അതിനെ പേടിച്ചിട്ടെങ്കിലുമാണ്. മറ്റത് ആരോട് ചോദിക്കാൻ? നേതാവിനെ കാണുമ്പോൾ മൂത്രമൊഴിക്കുമെന്ന് പേടിച്ചിട്ട് സ്നഗ്ഗിട്ട് നടക്കണേ, പമ്പേഴ്സ് ഇട്ട് നടക്കണ യൂത്ത് നേതാക്കന്മാർ ആണ് അവർക്കൊക്കെ ഉള്ളത്. ഞാൻ പറയുന്നത്, റബ്ബലാവുക സ്നേഹമുള്ളവർ, റബ്ബലായി നിൽക്കാൻ പഠിക്കുക. കേരളത്തിലും ഒരു റബ്ബൽ ആവശ്യമുണ്ട്. നിങ്ങളും ഞാനും റബ്ബലായിട്ടില്ലെങ്കിലും നമ്മുടെ മക്കൾ റബ്ബലാണ്, പുതിയ തലമുറയിലെ വോട്ടർമാർ റബ്ബലാണ്. അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞാലാണ് അപകടപ്പെടുന്ന കേരളത്തിന് ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനാവട്ടെ ഈ ചർച്ചയുടെ സംഗ്രഹം എന്ന് വിചാരിച്ചുകൊണ്ട് അഭിവാദ്യത്തോടെ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു ഷാജി സർ.